ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ നമ്മൾ തലേ ദിവസം അടുക്കളയിൽ ചെയ്തു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു ദോശമാവിൻ്റെ റെസിപ്പി ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഏതായാലും ദോശ ഉണ്ടാക്കാൻ പോവുകയാണ്. നാളെ ദോശയാണ്, അപ്പോൾ തലേ ദിവസം ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ 250 ml കപ്പിന് ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരു 1/4 കപ്പ് ഉഴുന്നും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു നുള്ള് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവ് കറക്റ്റ് ആണോ എന്ന് ഇങ്ങനെയും നോക്കട്ടോ. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അരി ഉഴുന്നൊക്കെ ഏകദേശം ഒപ്പാപ്പം എന്ന പോലെ നിൽക്കണുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയും ചെയ്യലുണ്ട് കേട്ടോ. എപ്പോഴും ഒന്നും അളവ് കപ്പ് നമ്മൾ എടുക്കൂലല്ലോ. അപ്പോൾ ഇത് ഈ ഒരു റെസിപ്പി ചോദിച്ചിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയി കാണിക്കുന്നത്. പിന്നെ ഇത് നല്ലോണം ഒന്ന് കഴുകിയെടുക്കുക. ഞാൻ ഉച്ചയ്ക്ക് ഒരു 12:30 മണിക്കാണ് ഇത് വെള്ളത്തിലിടുന്നത് കേട്ടോ. അപ്പോൾ ജോലിക്കൊക്കെ പോണവരാണെങ്കിൽ രാവിലെ തന്നെ ഇട്ട് വെച്ചാൽ മതി. രാവിലെ തന്നെ ആകുമ്പോൾ ഒന്നും കൂടി ദോശ അടിപൊളിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 4-5 തവണ ഇതൊന്ന് നന്നായി കഴുകിയെടുത്തു. എന്നിട്ട് അതിലേക്ക് കുതിരാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത്. ഈ വെള്ളത്തിൽ തന്നെ വേണം നമുക്ക് ഈ അരി അരച്ചെടുക്കാൻ. അപ്പോഴാണ് നല്ല അടിപൊളി ദോശ കിട്ടുക കേട്ടോ. ഇന്ന് നമുക്ക് ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ഒരാവശ്യമില്ല. അപ്പം ഞാനിങ്ങനെയാണ് ചെയ്ത് വെക്കലുള്ളത് കേട്ടോ. പിന്നെ അതാ ഒരു 5:30 കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അരയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും നമ്മളെ അരി ഉഴുന്നും ഉലുവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ കണ്ടില്ലേ, പാകത്തിന് തന്നെ ഉള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടി അരയ്ക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു വെള്ളം എനിക്ക് കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ആ വെള്ളം കുറച്ച് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഈ വെള്ളം ഒരിക്കലും കളയരുത് കേട്ടോ. നമ്മളെപ്പോഴും ഉഴുന്നും അരി അരയ്ക്കെടുക്കുമ്പോൾ ഈ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കുക. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഒരു 4-5 പ്രാവശ്യം കഴുകിയിട്ട് വെള്ളത്തിലിട്ടാൽ മതി. പിന്നെ അതിലേക്ക് ഇതാ ഒരു 1/4 കപ്പ് റേഷൻ അരിയുടെ ചോറും കൂടിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇതിലാണ്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ടാണ് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും തരികളില്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായി അരച്ചെടുക്കൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നല്ല ബബിൾസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇപ്പം തന്നെ ചുട്ടാലും നല്ല ഹോൾസൊക്കെ വരും. പക്ഷേങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് അതാണല്ലോ. എന്നിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നല്ലോണം പൊങ്ങി കിട്ടണം, ഓവറായിട്ട് പതഞ്ഞ് കിട്ടണം എന്നുള്ളൊരു കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നാലും നല്ല തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഒരു 6:20 6:30 ആകാൻ സമയത്താണ് ഞാൻ അടുക്കളയ്ക്ക് പിന്നെ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ പിറ്റേ ദിവസം നമ്മളെ പണികളൊക്കെ ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ വൈകി എണീറ്റാലും അതുപോലെ ജോലിക്ക് പോണവരൊക്കെ ആണെങ്കിലും ഒക്കെ എളുപ്പമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ. അപ്പോൾ നാളെ എന്തായാലും ദോശയാണല്ലോ. അപ്പോൾ അതിലേക്കുള്ള കാര്യങ്ങളും ചോറിലേക്കുള്ള കറിയും അതൊക്കെ ഒന്ന് കണ്ടെത്തണമല്ലോ. തലേ ദിവസം തന്നെ അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ അടുക്കളയത്തെ പണി പെട്ടെന്ന് തീരുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ എടുക്കാനുള്ള പണി നമ്മൾ അടുക്കളയിലുണ്ടാവും. അപ്പോൾ അത് വേണ്ട. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ. അപ്പം ഇങ്ങനെ എത്ര പണിയെടുത്താലും തീരാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ എന്നോട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിരുന്നു പണികളൊക്കെ സാവകാശം തീരുള്ളൂ, അപ്പോൾ എന്താ ചെയ്യൽ അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. അതിനെന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം സാമ്പാറാണ് എനിക്കുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ എല്ലാ കഷ്ണങ്ങളോടെ റെഡിയാക്കി വെച്ചു കേട്ടോ. പിന്നെ കിഴങ്ങ് മാത്രം നന്നാക്കി വെച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ കിഴങ്ങ് കറുത്ത് പോകും കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ പിറ്റേ ദിവസമാണ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഒക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ളൂ. പിന്നെ ഉപ്പേരിക്ക് പയറും ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒന്നും കഴുകി എടുത്തിട്ടില്ല. പിന്നെ ദോശയ്ക്ക് ചട്നിയും വേണം, സാമ്പാറും വേണം. അപ്പോൾ അതിലേക്ക് നാളികേരവും ചിരവി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ വലിയൊരു മുറി നാളികേരമാണ് ചിരകിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് കുറച്ചെടുത്തിട്ട് സാമ്പാർക്ക് വറുത്തരയ്ക്കാൻ വേണം, കുറച്ച് ചട്നി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ രണ്ടിലേക്കും കൂടി ഇങ്ങനെ ചിരവിയിട്ട് അടച്ചൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അധികം ചിരവി എടുക്കുകയാണെങ്കിൽ കുറച്ച് ഫ്രീസറിൽ വെച്ചാൽ മതി. പിന്നെ അതാ മീനോ ഇറച്ചിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ ഉച്ചയ്ക്ക്. ചില ദിവസങ്ങളിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഉള്ള ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് വെക്കൽ. ഉണക്കമീനൊക്കെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അതെല്ലാം മുറിച്ചിട്ട് പിന്നെ നല്ലോണം കഴുകി എടുത്തിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു പാത്രത്തിലാക്കി വെക്കും കേട്ടോ. എന്നാൽ പിന്നെ പിറ്റേ ദിവസം വറുത്തെടുക്കാൻ എളുപ്പമാണ്. ഇനിയിപ്പോൾ ചിക്കനോ മീനോ എന്തെങ്കിലും ആണെങ്കിൽ അതൊക്കെ ഇതേപോലെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. നമ്മൾ എന്താണോ പിറ്റേ ദിവസം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് വേണ്ട മസാലയും കാര്യങ്ങളൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ് കേട്ടോ.
അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും തലേ ദിവസം കുറേ സമയം കിച്ചണിൽ ഇങ്ങനെ സമയം കളയണ്ടേന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഒരു അരമണിക്കൂർ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം പിറ്റേ ദിവസം നമുക്ക് ഉണ്ടാവും കേട്ടോ. അതുപോലെ അടുക്കള ഇങ്ങനെ വലിച്ചു വാരി അലങ്കോലപ്പെട്ട് കിടക്കൊന്നുമില്ല, പാത്രങ്ങളൊക്കെ ഒതുങ്ങി കിടക്കും കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണിത്. അപ്പോൾ ഇതാ എല്ലാ കാര്യങ്ങളും സാമ്പാറൊക്കെ ഉള്ളതും രാവിലെ ദോശയ്ക്കുള്ളതും മീനും അതുപോലെ നാളികേരം പയറ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പിറ്റേ ദിവസം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കണമല്ലോ ആദ്യം തന്നെ. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് വേഗം വേഗം പണി തീരുള്ളൂ. അല്ലെങ്കിൽ പിന്നെ രാവിലെ കടയിൽ പോയി വരട്ടേന്ന് അങ്ങനെയൊന്നും പറഞ്ഞു നിൽക്കാൻ ചിലപ്പോൾ സമയം ഉണ്ടായിന്ന് വരില്ല. ജോലിക്ക് പോണ ആൾക്കാർക്കൊന്നും അതിനൊരു സമയം ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ വീട്ടിലിരിക്കണവർക്കാണെങ്കിൽ പിന്നെ അത് കൊണ്ടിട്ട് എന്നിട്ട് വെക്കുക അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേ എങ്കിൽ ജോലിക്ക് പോണവർക്കൊന്നും അതൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ തലേ ദിവസം തന്നെ എല്ലാം റെഡിയാക്കി വെക്കുക. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അരി എടുത്ത് വെക്കും കേട്ടോ. അരി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു സുഖമാണ്. ഇതിപ്പോൾ കാണുന്നവർക്ക് ഒരു നിസ്സാര കാര്യമായിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷേങ്കിൽ ഇത് നിസ്സാര കാര്യമല്ല. നമ്മൾ രാവിലെ ആ ഒരു പാത്രം ഒന്ന് തുറന്ന് അതിൽ അളന്ന് വേറൊരു പാത്രത്തേക്ക് ഇട്ട് പിന്നെ വീണ്ടും ആ പാത്രം ഒന്ന് അടച്ച് വെച്ച് അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേന് കുറേ സമയം അങ്ങനെ പോകും. അപ്പോൾ തലേ ദിവസം തന്നെ ഇതുകൊണ്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ പണികൾ എളുപ്പമാവും കേട്ടോ. പിന്നെ പാലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മിക്ക ആളുകളും പാക്കറ്റ് പാലായിരിക്കും വാങ്ങുക അല്ലേ. എന്നാൽ ചിലർ വീടുകളിൽ നിന്ന് പാല് വാങ്ങും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ തലേ ദിവസം ഉച്ചയ്ക്ക് കറക്കണ ആ പാലുണ്ടല്ലോ അതാണ് വാങ്ങി വെച്ചാൽ മതി കേട്ടോ. എന്നാൽ പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് ചായ ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. മറ്റേത് രാവിലെ നമ്മൾ പാലൊക്കെ കൊണ്ടുവന്നിട്ട് ചായ ഉണ്ടാക്കുക എന്ന് പറയുമ്പോഴത്തേന് നേരം വഴുകും കേട്ടോ. പാക്കറ്റ് പാലാണെങ്കിൽ അത് വാങ്ങി വയ്ക്കുക, എന്നാലും സുഖമാണല്ലോ. അതേപോലെ തന്നെ മക്കൾക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ പാത്രങ്ങളും ഒരു സ്ഥലത്ത് തന്നെ കഴുകി വയ്ക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ആർക്കൊക്കെ എന്തൊക്കെ കൊണ്ടുപോകാണ്ടോ അവർക്കുള്ള എല്ലാ കുപ്പിയും പാത്രങ്ങളും എല്ലാം ഒരു സ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ വേഗം എടുത്തിട്ട് അതിൽ ചോറും കറികളും എല്ലാം ആക്കാൻ എളുപ്പമാണ് കേട്ടോ. പിന്നെതാ വൈകുന്നേരം ഒരു 7 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു മാവ് ഇവിടേക്ക് വെക്കുന്നത്. അടുപ്പിൻ്റെ സൈഡിലാണ് ഞാൻ വെക്കലുള്ളത് കേട്ടോ. എല്ലാവരും എന്താ ചെയ്യൽ വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യോണ്ടേ. അടുപ്പിൻ്റെ സൈഡിൽ നമ്മൾ രാവിലെ തീ കത്തിച്ചതാണെങ്കിൽ പോലും ഒരു ചെറിയ ചൂടുണ്ടാവുമല്ലോ, ആ ഒരു ചൂട് മതി കേട്ടോ. അപ്പോൾ അവിടെ കൈയൊക്കെ ഒന്ന് വെച്ച് നോക്കുക. നല്ല ചൂടാണെങ്കിൽ അപ്പം കല്ലച്ച് പോവും. ഒരു ഇളം ചൂടുള്ള സ്ഥലത്ത് ഇങ്ങനെ മാവ് നന്നായി അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി പൊങ്ങി കിട്ടും കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ നമ്മളെ വീട്ടിൽ റൈസ് കുക്കർ ഉണ്ടെങ്കിൽ അതിൽ ഇറക്കി വെച്ചാലും മതി കേട്ടോ. അതിൽ ഇറക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാലും പൊങ്ങി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇളം ചൂടുള്ള വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിലും മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടും. പിന്നെ വൈകുന്നേരത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രാത്രി നമ്മൾ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ അടുക്കളയൊക്കെ ആകെ അലങ്കോലപ്പെട്ട് കിടക്കാവൂലേ. ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകാണ്ടാവും. അപ്പോൾ അതിങ്ങനെ ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. അടുക്കളയിൽ വന്ന ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ വൈകുന്നേരം തന്നെ എല്ലാ ഭാഗങ്ങളും നന്നായി ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. പാത്രങ്ങളൊക്കെ കഴുകി അതിൻ്റേതായ സ്ഥലത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ അടുക്കളയ്ക്ക് വരാൻ തന്നെ നല്ലൊരു ഉന്മേഷമായിരിക്കും കേട്ടോ. പിന്നെ പാത്രം കഴുകണതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മോട്ടറൊന്ന് ഇട്ടിട്ട് ടാങ്കിൽ വെള്ളമൊക്കെ ഒന്ന് നിറച്ച് വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ രാവിലെ എണീക്കുന്ന സമയത്ത് കറണ്ട് ഇല്ലാത്ത എന്തെങ്കിലും അവസ്ഥയാകുകയാണെങ്കിലോ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. അപ്പം അതുപോലെ നമ്മൾ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് എല്ലായിടം ഒന്ന് തുടച്ചിടണം കേട്ടോ. പിന്നെ അതിനുശേഷം ഇതാക്കണേ അവിടെ ഉപയോഗിക്കുന്ന 2 തുണികളും നന്നായി സിങ്കിൽ വെച്ചിട്ടൊന്ന് കഴുകിയിടുക. എന്നിട്ട് അടുപ്പിൻ്റെ ആ സൈഡിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണങ്ങിയും കിട്ടും കേട്ടോ രാവിലേക്ക്. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്ന് ക്ലീനാക്കി വെച്ചിട്ട് കിടക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ വൈകുന്നേരം വന്നാൽ കുറച്ച് സമയം എന്തായാലും അടുക്കളയിൽ ചിലവഴിക്കുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ തന്നെ ഉള്ളൂ. ഇതിന് പ്രത്യേകിച്ചൊരു സമയമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് വേണമെന്ന് വെച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കുക. അതുപോലെ ഒരുപാട് സമയവും ലാഭിക്കുക കേട്ടോ. അപ്പോൾ എല്ലായിടും ക്ലീൻ ആക്കിയിട്ട് കിടക്കാൻ പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ രാവിലെ ഒരു 3 മണിക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു മാവ് എടുക്കുന്നത് കേട്ടോ. പുലർച്ചെ 3 മണിക്കാണ് ഈ മാവ് എടുക്കുന്നത്. അപ്പോൾ അതൊരു 6 മണി 6:30 വരെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇതിലേറെ നിറഞ്ഞിരിക്കും കേട്ടോ. പാത്രം നിറഞ്ഞിരിക്കും. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, സോപ്പ് പതഞ്ഞ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയായിട്ടും ദോശ ഉണ്ടാക്കിയിട്ട് റെഡിയാകാത്തവരുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് പോയിട്ടൊന്ന് ദോശ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവൂലേ ഈ മാവ് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ഉഴുന്ന് കുറച്ച് കുറഞ്ഞു പോയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കുന്നതാണ് ഇതിലൊരു ടിപ്പ് എന്ന് പറയാനുള്ളത്. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തലേ ദിവസം തന്നെ വേണമെങ്കിൽ ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഇനി ദോശ ചുട്ടിട്ടൊന്ന് കാണിച്ചു തരാം.
അപ്പോൾ എണ്ണ പരട്ടിയിട്ട് ചുടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലാതെ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണെങ്കിൽ എണ്ണ വേണമെന്നില്ലല്ലോ, അപ്പോൾ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, നന്നായി ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ദോശ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ സാമ്പാറും ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ തക്കാളി ചമ്മന്തി ആവണം, അതും സൂപ്പറായിരിക്കും. അപ്പോൾ എനിക്ക് ഇന്ന് ഇതിൻ്റെ കൂടെ സാമ്പാറും ചട്നിയാണ് കേട്ടോ. രണ്ടുമാണ് മക്കൾക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ മസാല ദോശയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും അത് ഉണ്ടാക്കിയിട്ടില്ല. ഇനിയിപ്പോൾ മസാല ദോശയ്ക്കാണെങ്കിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. കുറച്ച് വലുതാക്കി പരത്തിയെടുത്താൽ മതി. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് എണ്ണയോ നെയ്യോ എന്താ വേണ്ട വെച്ചാൽ അതും ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് മുരിച്ചെടുത്താൽ മതി. അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. മസാല ദോശയ്ക്കൊക്കെ ആകുമ്പോൾ ചൂടോട് തന്നെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഈ ദോശ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കൂടുതലായിട്ട് ഉപകരിക്കുക ചെറിയ കുട്ടികളുള്ള അമ്മമാർക്കും അതുപോലെ തന്നെ ജോലിക്ക് പോണ ആളുകൾക്കുമാണ് കേട്ടോ കൂടുതലായിട്ട് ഉപകരിക്കുക. വീട്ടിലുള്ളവർക്ക് എപ്പോഴാണെങ്കിലും നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് വെക്കാമല്ലോ. അവർക്കാണെങ്കിൽ തീരെ സമയം ഉണ്ടാവില്ല. അപ്പോൾ തലേ ദിവസം ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് സമയ ലാഭം ഉണ്ടാവും കേട്ടോ. ഏകദേശം ഒരു 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും അടുക്കളയിൽ നമുക്ക് ചെയ്ത് വെക്കുക. കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ചെയ്യാം കേട്ടോ. കുട്ടികളുടെ കാര്യത്തിലും ഒന്നും ഒരു കുറവും വരില്ല. ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അവരൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ബിസി ആയിരിക്കില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെയുണ്ട് ചെയ്ത് വെക്കൽ. മിക്കപ്പോഴൊന്നും ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമല്ല. ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരാളല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഇങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യം വരില്ല കേട്ടോ. എന്തെങ്കിലും തിരക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് എളുപ്പമാവുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്